അപ്പൊ അത്രയും വലിയ നരേന്ദ്രനെ വരെ സൃഷ്ടിക്കാൻ കഴിവുള്ള ആ ആത്മവൈഭവത്തെയേക്കുന്ന ആ സത്വഗുണമുള്ള വായുവിന്റെ പീഠമാണ് അമരാവതിയിൽ ഇരിക്കുന്ന ആ ഇന്ദ്രപീഠം. ഇത്രയും വലിയ കണ്ടെത്തലുകൾ, അത് നമ്മളിപ്പോ ഒരു പീഠത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഈ ക്ഷേത്ര സങ്കല്പത്തിലേക്ക് വരുമ്പോ ഞാൻ പറഞ്ഞില്ലേ, സുബ്രഹ്മണ്യനാണ് സേനാനി എന്ന് പറഞ്ഞു. ഇന്ദ്രസേനാനി, ഇന്ദ്രനെ പ്രദക്ഷിണം ചെയ്യിപ്പിക്കുന്നത്. ഇന്ദ്രഗുണമുള്ളവരുടെ പ്രദക്ഷിണമാണ് ക്ഷേത്രത്തിൽ നടക്കേണ്ടതെന്നും പറഞ്ഞു. ഇന്ദ്രിയ ഗുണങ്ങളാണ് നമ്മളെ നയിക്കേണ്ടതെന്നും പറഞ്ഞു. ആ ഇന്ദ്രിയ നിഗ്രഹം ചെയ്യുന്ന മനസ്സ് വൈഷ്ണവ ശക്തിയുടേതാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ആ ഗർഭഗ്രഹങ്ങളിൽ പ്രതിഷ്ഠിതമാകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് ഋതുക്കളാകുന്നു. ആ ഋതുക്കളെ ജനിപ്പിക്കുന്ന ഷൺമുഖഭാവം സുബ്രഹ്മണ്യന്റേതാവുന്നു. അത് സുബ്രഹ്മണ്യനേക്കുന്ന മൗണ്ടുകൾക്ക് ഋതുക്കളെ ഗർഭത്തിൽ ധരിക്കുവാനുള്ള ആ വൈഭവത്തെ ഏകുന്ന ആകാശശക്തി എന്ന് പറയുന്നത് കൃത്തികൾ എന്ന് പറയുന്ന നക്ഷത്രക്കൂട്ടങ്ങളാകുന്നു. അപ്പോ വ്യോമ ശക്തിയുടെ ആ വൈഭവം, ആ ചൈതന്യവും ശക്തിയും മൗണ്ടുകൾ എങ്ങനെയാണ് കുമാരന്മാരായി മാറുന്നതെന്നും ഭാര്യയെ കുമാരിയാക്കുന്നത് എങ്ങനെയാണെന്നും അതിലൂടെ എങ്ങനെയാണ് ഗർഭഗ്രഹങ്ങളെ സൃഷ്ടിക്കുന്നതെന്നും ആ ഗർഭഗ്രഹങ്ങളെ എങ്ങനെയാണ് ഋതുസംക്രമ പൂജകളിലൂടെ 6 ഋതുക്കളെ ചരിപ്പിക്കുന്ന രീതിയിൽ ഈ ലോകത്തെ ജനനം മുതൽ മരണം വരെയുള്ള ആ ഷഡ്ഭാവങ്ങളിലൂടെ ജീവലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുമെല്ലാമുള്ള ശാസ്ത്രമാണ് നമ്മുടെ വേദം നമ്മളിലേക്ക് നിറയ്ക്കുന്നത്, പകരുന്നത്, പകർത്തുന്നത്, ഒരിക്കലും മായ്ക്കാതെ കരുതി വെച്ചിരിക്കുന്നത്. അതിപ്പോ അങ്ങ് പറഞ്ഞ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിലാണെങ്കിൽ പോലും അതല്ല, വീടിന്റെ നിർമ്മാണം, ഒരു ഗ്രഹത്തിന്റെ നിർമ്മാണം വരുമ്പോൾ ഈ അഷ്ടദിക്പാലകരെ മുഴുവൻ സ്ഥാപിച്ചുറപ്പിച്ചാണല്ലോ നീങ്ങുന്നത്. അതെ, 8 ദിക്കിലും അഷ്ടദിക്പാലകരെ വെച്ചിട്ടാണ് ആ ക്ഷേത്രം ഗർഭഗ്രഹം നിലനിൽക്കുകയുള്ളൂ. എന്നാലാണ് ജീവൻ ജനിക്കുകയുള്ളൂ. ജീവൻ ജനിപ്പിക്കുന്ന ഒരാളെ കുറിച്ച് മാത്രം സംസാരിച്ചപ്പോഴാണ് നമുക്ക് ഇത്രയും സംസാരിക്കാൻ പറ്റുന്നത്. ഇന്ദ്രപദം എന്ന് പറയുന്നത് സ്വർഗമാകുന്നു. ആ സ്വർഗീയത നമ്മൾ അനുഭവിക്കുന്നത് മനസ്സിലാക്കുന്നു. ആ മനസ്സ് സത്വഗുണമുള്ള വായുവിന്റെ ഗുണമാകുന്നു. അത് നമുക്ക് ഏകുന്നത് വൈഷ്ണവ ലോകമാകുന്നു, വൃക്ഷലോകമാകുന്നു, സകലലോകമാകുന്നു. എത്ര രസമുള്ള സയൻസ് ആണ്! സുന്ദരമായിട്ടുള്ള വേദമാണ് നമ്മൾ ഈ ആക്ഷേപിക്കുന്നത്, അവഹേളിക്കുന്നത്, പുച്ഛിക്കുന്നത്, നിലത്തിട്ട് ചവിട്ടി അരയ്ക്കുന്നത്, കത്തിക്കാൻ ആഗ്രഹിക്കുന്നത്, വെള്ളത്തിൽ കൊണ്ടൊഴുക്കാൻ ആഗ്രഹിക്കുന്നത്, അറബിക്കടലിൽ താത്രം എന്ന് പറയുന്നത്. ഇതിപ്പോ ഞാൻ എവിടെയോ വായിച്ചപ്പോഴേ ഈ നളന്ദ സർവകലാശാല ഉണ്ടായിരുന്നു, മാസക്കണക്ക് 6 മാസമോ മറ്റോ ആണ് നളന്ദ സർവകലാശാലയിലെ ഗ്രന്ഥശാലകൾക്ക് തീയിട്ട സമയം എന്നാ പറയുന്നത്. 6 മാസം തീ കെടാതെ കത്തി എന്നാ പറയുന്നത്. എന്നിട്ടും ലക്ഷോപലക്ഷം ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു. 6 മാസം കത്തിച്ചിട്ടും തീരാത്തത്ര ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പം ഭാരതത്തിന്റെ ഗ്രന്ഥ വൈഭവം എവിടെയായിരുന്നു? അങ്ങനോട് പറഞ്ഞിട്ടുണ്ട്, ഹിമാലയ പർവ്വതത്തെക്കാൾ വലുതായിരിക്കും നമ്മുടെ ഗ്രന്ഥശേഖരം. തീർച്ചയായിട്ടും ഈ സപ്തഭൂഖണ്ഡങ്ങളിലെയും മനുഷ്യന്റെ അറിവുകളെ അക്ഷരങ്ങളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സർവകലാശാല തന്നെയാണ്, വേദ വിദ്യാലയം തന്നെയാണ് ഭാരതം. മുഴുവൻ അറിവുകളെയും ഈ ഭൂമണ്ഡലത്തിലെ മാനവരാശിയുടെ മനനവേഗത്തിന്റെ അളവുകോൽ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഭാരതത്തിലാണ്. അത്രയും ബ്രഹ്മാണ്ഡമായിട്ടുള്ള അറിവുകളാണ് ഭാരതം. ഈ ഭാരതത്തിൻ്റെതായിട്ട് മാത്രമല്ല, ലോകത്തിന്റെ മാതാവാണ്, അറിവിന്റെ മാതാവാണ് ഭാരതം. മതത്തിന്റെ മാതാവല്ല. മാതാവ് എല്ലാവരും ഒരുപോലെയാണല്ലോ കാണുന്നത്. അതെ, മതത്തിന്റെ മാതാവല്ല, വേദത്തിന്റെ മാതാവാണ്, അറിവിന്റെ മാതാവാണ് ഭാരതം. ലോകത്തിന്റെ മുഴുവൻ ജനത്തിന്റെയും മാതാവാണ്, മാതൃസ്ഥാനത്താണ് ഭാരതം. ഭാരതാംബ എന്ന് പറയുന്നത്. നോർത്ത് പോളില് ആകാശത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശ്രദ്ധാവതി എന്ന് പറയുന്ന ഒരു പർവ്വതത്തിലാണ്, ഭൂമിയുടെ അടിയില്. ആ ആകാശത്തിന്റെ സങ്കല്പ പീഠത്തിലാണ് ഭൂമി ചരിക്കുന്നത് ആകാശത്തിലൂടെ. അത് കഴിഞ്ഞാൽ ഭൂമിയിൽ ആകാശത്തിന്റെ സാമീപ്യമുള്ള ആകാശത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഇടം ഭാരതത്തിലാണ്. ആ നിരുതിയുടെ പീഠമാണ്. ആ നിരുതിയുടെ പീഠം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന പീഠമാണ്, ലോകം ഞെട്ടുന്ന പീഠമാണത്. ആ പീഠത്തിലേക്ക് നമുക്ക് വരാം. ഇന്ദ്രപീഠം വരെ എത്തിയിട്ടുള്ളൂ. നിരുതിയുടെ പീഠത്തിലേക്ക് എത്തുമ്പോഴാണ് അതിലേക്ക് വരുന്നത്. നമ്മുടെ മക്കൾക്ക് കേൾക്കാൻ രസകരമായിട്ടുള്ള, വളരെ രസകരമായിട്ടുള്ള, ശാസ്ത്ര കൗതുകം നിറഞ്ഞു നിൽക്കുന്ന നമ്മളുടെ അറിവിനെ മായിക ലോകത്തേക്ക് എത്തിക്കുന്ന ഏറ്റവും വലിയ ശാസ്ത്ര വൈഭവത്തിലേക്കാണ് ഈ പ്രണവവേദ വെളിച്ചം വീശുന്നത്. അപ്പോൾ അത് കേൾക്കുകയും അതിനെ വളരെ ശ്രദ്ധയോടുകൂടിയിട്ട്
നമ്മൾ മനസ്സിലാക്കുകയും മുൻധാരണകളെ ഒരു സൈഡിലേക്ക് മറക്കണമെന്നല്ല ഞാൻ പറയുന്നത്, ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക, എന്നിട്ട് ഇതിനെ കേൾക്കുക, വീണ്ടും നമ്മളുടെ ധാരണകളെ ഒന്നും കൂടി ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുക. അറിയുമ്പോൾ മാറ്റം വരും. അതെ, മനസ്സിലാകണം. ആദ്യം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരും. മനസ്സിലായി വരുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട് വരും. ഉൾക്കൊണ്ടാൽ തന്നെ അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെ നിരവധി കടമ്പകൾ കടന്നെങ്കിൽ മാത്രമേ ഈ മനോനിലയിൽ നിന്നും, ഇപ്പോൾ ഉള്ള അന്ധവിശ്വാസത്തിന്റെ മനോനിലയിൽ നിന്നും ശാസ്ത്ര വിശ്വാസത്തിലേക്കുള്ള മനോനിലയിലേക്ക് മനുഷ്യ മനസ്സിനെ മാറ്റണമെങ്കിൽ ഭയങ്കരമായ, ഇപ്പൊ അങ്ങ് പറഞ്ഞ പോലെ ഭഗീരഥ പ്രയത്നം തന്നെ നടത്തേണ്ടിയിരിക്കുന്നു. ഏത് ഓരോ മനസ്സുകളിലും. അതെ, അതിന് ഉപോത്ബലകമാകുന്ന വളരെ ഗംഭീരമായിട്ടുള്ള ആ വസ്തുനിഷ്ഠാപരമായിട്ട് ശാസ്ത്രീയമായിട്ടാണ് പ്രണവവേദിയിലൂടെ അങ്ങ് ഇപ്പോൾ ഈ പ്രകൃതിയെ കുറിച്ച് പറഞ്ഞു തന്നിരിക്കുന്നത്.